Hello, my dear ones. So today we are here to finish the chapter articles that we started in the previous class. So let's start with the thing that we have missed in the previous class. When we were discussing the definite article, I forgot to tell you one thing. Because we use the word, the in a two ways. We use it as the and we use it as the. അല്ലെ ദ എന്ന് നമ്മൾ പറയാറുണ്ട് ദി എന്നും പറയാറുണ്ട് എപ്പോഴാണ് ഇനി അല്ലെ ദ വെക്കുക അല്ലെങ്കിൽ എപ്പോഴാണ് ദി വെക്കുക അല്ലെ ഒരു വേർഡിന്റെ മുമ്പിൽ എപ്പോഴാണല്ലേ നമ്മൾ അത് ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല അല്ലെ സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ് സോ ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് സോ നമ്മൾ ഫോണീംസ് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആൾറെഡി അല്ലേ ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്ററാണ് ഇത് ഫോണീംസ് എന്ന് പറയുന്നത് സോ ഇഫ് യു ഹാവ് ലേൺഡ് ദ ചാപ്റ്റർ വെൽ ആൻഡ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദ ലെറ്റേഴ്സ് ദ സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷ് യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വെൻ ഐ try to convey you what is the difference between the and the. Otherwise you won't understand because we talk about the sounds of English. സോ അത് മനസ്സിലാക്കിയല്ലേ സിംഗ്ലി സൗണ്ട്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റൂ ആ ഒരു ദി എപ്പോഴാണ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ദ അത് നമ്മൾ എപ്പോഴാണ് ദ എന്നാക്കുക അല്ലെ എന്നുള്ളത് മനസ്സിലാവുള്ളൂ സോ ഇഫ് യു ഹാവ് നോട്ട് ലിസൺ ടു ദ വീഡിയോ that I have introduced the English phonemes, just go and understand it. Then only you can relate it with this chapter when I talk about the difference between the and the. നമ്മളല്ലേ എപ്പോഴാണ് ദി പറയാ നമ്മൾ ദി എന്ന് പറയുന്നത് ഒരു വേർഡ് നമ്മുടെ സെന്റൻസിലെ വേർഡ് അല്ലെ ദി എന്നുള്ള വേർഡ് കഴിഞ്ഞ് വരുന്ന വേർഡ് ഒരു വവൽ ലെറ്ററിൽ തുടങ്ങുന്ന വേർഡ് ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക അതൊരു ദി എന്ന് പറയാം സോ അത് കോൺസണന്റ് ആ ലെറ്ററിൽ തുടങ്ങുന്ന ഒരു വേർഡാണ് ദി എന്നതിന്റെ അപ്പുറത്തുള്ളതെങ്കിൽ നമ്മൾ ദി എന്ന് പറയില്ല അതിനെ ദ എന്ന് പറയേണ്ടി വരും ദ സോ വവൽ ആണെങ്കിൽ അല്ലെ ഇത് ദി കോൺസണന്റ് ആണെങ്കിൽ ദ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം ദി ആപ്പിൾ സോ ദി ആപ്പിൾ എന്നുള്ളതാണ് കാരണം ആപ്പിൾ അല്ലെ ബിഗിൻ ചെയ്യുന്നത് ഏത് വെച്ചിട്ടാണ് ആ അല്ലെ ആ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വവൽ ലെറ്റർ ആണ് അതുകൊണ്ട് നമ്മൾ അല്ലെ എന്ത് പറയില്ല ദ ആപ്പിൾ എന്ന് പറയില്ല ദി ആപ്പിൾ എന്ന് മാത്രമേ പറയുള്ളൂ നേരെ മറിച്ചല്ലേ ഇപ്പൊ അവിടെ ഒരു മാൻ എന്നാണെങ്കിലോ നമ്മള് ദി മാൻ എന്ന് പറയില്ല അല്ലെ ദ മാൻ എന്നേ പറയുള്ളൂ ദ ആണ് അവിടെ വരിക സൗണ്ട് ഈ മാറിയിട്ട് അല്ലെ എന്നുള്ളത് വരും ദ മാൻ അല്ലാണ്ട് ദി മാൻ അല്ല അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ബിക്കോസ് ദ വേർഡ് അല്ലെ ബിഗിൻസ് വിത്ത് എ കോൺസണന്റ് സൗണ്ട് അല്ലെ എന്നുള്ള സൗണ്ട് അല്ലെ അത് കോൺസണന്റ് സൗണ്ട് ആണ് അതാണ് ഇവിടെയുള്ള ഒരു ഡിഫറൻസ് Now let's discuss some more examples. First നമുക്ക് അല്ലെ വവലിന്റെ മുമ്പിൽ വരുമ്പോൾ ദി പറയാം അല്ലെ സോ ദി അംബ്രല അല്ലെ പിന്നെയോ ദി എലിഫന്റ് ദി ഇംഗ്ലീഷ് ടീച്ചർ ദി ആഫ്രിക്കൻ ഇനി ദ വെച്ചിട്ട് നമുക്ക് പറയാം ദ വരുമ്പോ അല്ലെ എന്ത് വരണം അപ്പുറത്ത് ബിഗിൻ ചെയ്യുന്നത് കോൺസണന്റ് ആയിരിക്കണം സോ ദ ബോക്സ് ദി ബോക്സ് എന്ന് നമ്മൾ പറയില്ല അല്ലെ ദ ബോക്സ് ദ പെൻ ദ ട്രൂത്ത് സോ നമ്മളല്ലേ ദി ട്രൂത്ത് എന്ന് നമ്മള് പറയില്ല അല്ലെ കാരണം എന്തുകൊണ്ടാണ് ദി ട്രൂത്ത് എന്നല്ലേ ഏതൊരു സിനിമേന്റെ പേരുണ്ട് ബട്ട് അത് തെറ്റാണല്ലേ നമ്മൾ എന്ത് പറയേണ്ടി വരും ദ എന്ന് പറയേണ്ടി വരില്ല ദ ട്രൂത്ത് അല്ലെ നെക്സ്റ്റ് ദ സീ അല്ലെ ദ സീ Now let's start indefinite articles. സോ ടെക്സ്റ്റിൽ എന്താ കൊടുത്തു നമ്മൾ അല്ലെ ആൾറെഡി അറിയാം എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഓക്കെ ലെറ്റ്സ് റീഡ് If the noun is used in an indefinite way, it will need either an indefinite article a or an or a zero article. സോ നൗൺ അല്ലെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡെഫിനിറ്റ് വേയിലാണെങ്കിൽ അല്ലെ ഒരു ഉറപ്പില്ലാത്ത അല്ലെ ആരാണ് എന്താണെന്ന് കൃത്യമായ ഒരു ധാരണ ഇല്ലാതെ ആണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്
പ്രോപ്പർ ആയിട്ടുള്ളത്. ദ അല്ലെ, കാരണം ദ വെക്കണ്ടിക്കൽ അല്ലെ കൃത്യമായിട്ട് നമ്മൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം അത് അല്ലെ, ആള് ആരാണ് എന്ന് അറിയണം. അല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് വെക്കും, എ അല്ലെങ്കിൽ ആൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സീറോ ആർട്ടിക്കിൾ അവിടെ വരും. Also, if it is a singular countable noun or if it is mentioned for the first time in a discussion, it is likely to take an indefinite article. So, പിന്നെ അല്ലെ ഒരു സിംഗുലർ കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണെങ്കിൽ അല്ലെ നമ്മൾ എ വെക്കും അല്ലെ, ഒന്ന് എന്നുള്ള രീതിയിൽ അല്ലെ. എ മാൻ എന്ന് പറയുമ്പോൾ അല്ലെ ഒന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. പിന്നെയോ ഇഫ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എ ഡിസ്കഷൻ. സോ ഒരു ഡിസ്കഷനിലല്ല ആദ്യമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ അല്ലെ നമ്മൾ എ വെച്ചിട്ടാണ് തുടങ്ങുക അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് അയാളെ പിന്നെയും പറയുമ്പോൾ ദ വെച്ച് പറയും അല്ലെ. നമ്മൾ മുമ്പേയുള്ള എക്സാമ്പിൾ കണ്ടതാണല്ലോ, എക്സാമ്പിളിൽ അല്ലെ. ഫോർ എക്സാമ്പിൾ അല്ലെ, ഐ സോ എ മാൻ ഗോയിങ് ത്രൂ ദി സ്ട്രീറ്റ് അല്ലെ. സെക്കൻഡ് സെന്റൻസ് വരുമ്പോഴോ ഐ ഗേവ് ദ മാൻ 10 rupee. സോ അല്ലെ സെക്കൻഡ് നമ്മൾ ദ എന്ന് വെച്ചത് അല്ലെ ആരെ പറ്റിയാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട് അല്ലെ. ഐ ടോക്ക്ഡ് അബൌട്ട് എ മാൻ അല്ലെ whom I met when I was അല്ലെ in the street. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നോക്കി. We need to find a theory that will help to explain these circumstances. So we need to find a തിയറി അല്ലെ, ഒരു തിയറി എന്നുള്ളതാണ് സിംഗുലർ കൗണ്ടബിൾ നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഒരു എന്നുള്ള രീതിയിൽ അല്ലെ. If it is a plural countable noun or an uncountable noun, then a zero article is required. ഇനി ഒരു പ്ലൂറൽ ആണെങ്കിൽ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ എണ്ണാൻ പറ്റാത്തതാണെങ്കിൽ അല്ലെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല അല്ലെ, സീറോ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, journals may also be a good source of information at this stage. So, journals എന്താ പറയുന്നത്, may also be a good source of information at this stage എന്നാണ് പറയുന്നത്. So here അല്ലെ journals എന്ന് പറയുന്നത് എന്താവാം, ഒരു ഡയറി അല്ലെ, ഒരാളുടെ പേഴ്സണൽ ഡയറി ആവാം, അല്ലെങ്കിൽ ഒരു മാഗസീൻ ആവാം, ന്യൂസ് പേപ്പർ ആവാം. സോ ഇവിടെ ജേർണൽസ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, പ്ലൂറൽ കൗണ്ടബിൾ നൗൺ ആയിട്ടാണ് അല്ലെ. പ്ലൂറൽ ആണ്, എണ്ണാൻ പറ്റുന്നതാണ് അല്ലെ, കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണ് ജേർണൽസ്. നമുക്ക് എണ്ണാം അല്ലെ, മാഗസീൻ എണ്ണിക്കൂടെ, ഒരു മാഗസീൻ അല്ലെ 2, 3 എന്നുള്ള രീതിയിൽ നമുക്ക് എണ്ണാം, ന്യൂസ് പേപ്പർ എണ്ണാം അല്ലെ. ബട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂറൽ സെൻസിലാണ്. സോ നമുക്ക് അവിടെ എന്താ ആവശ്യമില്ല, ആർട്ടിക്കിളിന്റെ അല്ലെ ആവശ്യം ഇല്ല, ജേർണൽസ് എന്നുള്ളത് അല്ലെ പ്ലൂറൽ സെൻസിൽ ഉപയോഗിച്ചതുകൊണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്ക്. എഡ്യൂക്കേഷൻ ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ഇംപ്രൂവ്മെന്റ് വി ആർ കറന്റ്ലി സീയിങ്. സോ ഇവിടെ എന്താണ്, എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ആ ഒരു നൗൺ അല്ലെ, അത് അൺകൗണ്ടബിൾ നൗൺ ആണ് അല്ലെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുമോ, ഇയാൾക്ക് ഇത്ര വിദ്യാഭ്യാസം അല്ലെ, 1, 2, 3 എന്നുള്ള രീതിയിൽ നമുക്ക് അയാളുടെ എഡ്യൂക്കേഷൻ എത്രയാണെന്ന് എണ്ണാൻ പറ്റില്ല അല്ലെ. സോ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആൻ അൺകൗണ്ടബിൾ നൗൺ ആണ്. സോ അതിനു മുമ്പിൽ നമുക്ക് എന്ത് വേണ്ട, ആർട്ടിക്കിൾസിന്റെ യൂസ് വേണ്ട അല്ലെ. A noun takes the indefinite article when the writer either knows the reader will not be aware of the exact thing being mentioned or does not require the reader to know specifically. So എന്താ പറയുന്നത് ഇവിടെ അല്ലെ, നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് നോക്ക്. A noun takes the indefinite article when the writer either knows the reader will not be aware of the exact thing being mentioned. അല്ലെ, സോ പറയുന്ന ആൾക്കല്ലേ, റീഡറിന് ആരെ പറ്റിയാണ് ഞാൻ പറയുന്നതെന്ന് കേൾവിക്കാരനല്ലേ മനസ്സിലാവില്ല എന്നുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ച് ഒരു സെന്റൻസ് പറയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ്, ഐ സോ എ മാൻ അല്ലെ വാക്കിംഗ് ത്രൂ ദി സ്ട്രീറ്റ് അല്ലെ, ഞാൻ ഒരു ആളെ കണ്ടു അല്ലെ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്നത് എന്ന് പറയുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ എ മാൻ എന്ന് പറഞ്ഞത് അല്ലെ, നിങ്ങൾക്ക് എന്തില്ല, കേൾവിക്കാരന് മനസ്സിലാവില്ല ആരെ പറ്റിയാണ് ഞാൻ അല്ലെ പറയുന്നത് എന്നുള്ളത്. സോ നെക്സ്റ്റ് സെന്റൻസിൽ ഞാൻ പിന്നെ ദ ആക്കി അല്ലെ, ഐ ഗേവ് ദ മാൻ എ 10 rupee എന്ന് പറയുമ്പോൾ അല്ലെ,
സോ ആ ഒരു സെൻസിലല്ലേ എന്ത് ചെയ്യുക, റീഡർ കേൾവിക്കാരനല്ലേ മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എ വെച്ചിട്ട് അല്ലെ അതവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ് അല്ലെ. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് വെക്കുക എ അല്ലെങ്കിൽ ആൻ, ഓർ ഡസ് നോട്ട് റിക്വയർ ദ റീഡർ ടു നോ സ്പെസിഫിക്കലി, അല്ലെങ്കിൽ ആവശ്യമില്ല അല്ലെ അത് അറിയേണ്ടത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ അല്ല ഏത് മാനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലെ. ഐ സോ എ മാൻ എന്നുള്ളതാണ്. ഏത് മാൻ അല്ലെ പേരെന്ത് ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ആര് എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം അല്ലെ ഡെഫിനിറ്റ് ആയിട്ട് അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. So look at the next example. A company in the UK has found a way to solve the problem of air pollution. സോ എ കമ്പനി എന്ന് പറഞ്ഞത് അല്ലെ ഒരു കമ്പനിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഏത് കമ്പനി എന്നുള്ളത് അല്ല അറിയേണ്ടത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ അല്ല എന്നുള്ളതാണ്. ഹാസ് ഫൗണ്ട് എ വേ ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് എയർ പൊല്യൂഷൻ. എ വേ അല്ല ഒരു വഴി കണ്ടെത്തി എന്നുള്ളതാണ്. സോ അവിടെ അല്ലേ എ വേ എന്നാണ്. വിച്ച് വേ എന്നുള്ളത് അറിയേണ്ടത് നമ്മുടെ വലിയ കാര്യം അല്ല എന്നുള്ളതാണ്. സോ ദ നൗൺ ഓൾസോ ഹാസ് ടു ബി സിംഗുലർ അല്ലെ. എ വെക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നൗണും സിംഗുലർ ആയിരിക്കണം. എ കമ്പനീസ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അല്ലെ. ഒരു കമ്പനി എന്നാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് കമ്പനീസ് ആണെങ്കിൽ അവിടെ എന്ത് മതി, സീറോ ആർട്ടിക്കിൾ മതി എന്നുള്ളതാണ്. Now take page number 7. You can see the use of zero article. Zero article ഇനി എപ്പോഴാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. So in English, the zero article is used with the uncountable or plural nouns in a sentences that are either describing a specific instance or that have a general meaning. സോ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്താൽ മതി, അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ അല്ലെ പ്ലൂറൽ നൗൺസ് ഒരു സെന്റൻസിലല്ലേ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് മതി, സീറോ ആർട്ടിക്കിൾ മതി. സീറോ ആർട്ടിക്കിൾ മീൻസ് ആർട്ടിക്കിളിന്റെ യൂസ് ഇല്ല അല്ലെ, ആർട്ടിക്കിൾ അവിടെ ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ അല്ലെ ഇൻഫർമേഷൻ that could help to answer question 6 was retrieved from the database. സോ ഇതെന്താണ് സ്പെസിഫിക് ഇൻസ്റ്റൻസിന് ഉദാഹരണമാണ് അല്ലെ. ഇവിടെ ഇൻഫർമേഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചത് ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസിലെ അല്ലെ ആ ഒരു ഇൻഫർമേഷൻ ആണ്. ഇൻഫർമേഷൻസ് എന്ന് നമ്മൾ പറയില്ല അല്ലെ, എ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. പ്ലൂറൽ ആകണ്ടെങ്കിൽ അല്ലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. അല്ലാണ്ട് അല്ല ഐ ഗോട്ട് സം വൺ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ടു ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. എന്ത് പറയണം, ഐ ഗോട്ട് എ പീസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. സോ ഇൻഫർമേഷൻ എന്നുള്ളത് എന്താണ്, അൺകൗണ്ടബിൾ ആണ്. സോ അവിടെ എന്ത് മതി, സീറോ ആർട്ടിക്കിൾ മതി. അല്ലാണ്ട് എ അല്ലെങ്കിൽ ആന് അവിടെ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്ക്. ടീച്ചേഴ്സ് വർക്ക് ഹാർഡ് ടു എൻജോയ് ദ ലെസൺസ് ആർ ഇൻഫർമേറ്റീവ് ആൻഡ് ഫൺ. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജനറൽ റെഫറൻസ് അല്ലെ. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് അല്ലെ, ടീച്ചേഴ്സ് എന്ന് പെടുന്ന കാറ്റഗറിയിലെ ആരും ആവാം അല്ലെ, ലോകത്തിലെ ഏത് ടീച്ചറെ പറ്റിയോ ആകാം. സോ ജനറൽ ആയിട്ടുള്ള അല്ലെ ഒരു യൂസ് ആണ്. സോ ടീച്ചേഴ്സ് എന്നുള്ള അല്ലെ ആ ഒരു പ്ലൂറൽ നൗൺ അല്ലെ. സോ അവിടെയും നമുക്ക് എന്താ ആവശ്യമില്ല, എ അല്ലെങ്കിൽ ആന് ആവശ്യം ഇല്ല. നെക്സ്റ്റ് നോക്ക് എന്താ കൊടുത്തത്, സ്പെസിഫിക് ഇൻസ്റ്റൻസസ് ദാറ്റ് ഈസ് ആസ് ഇൻ ദ സ്പെസിഫിക് ഇൻഫർമേഷൻ അബൌവ് അല്ലെ. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെ എന്ത് ഇൻഫർമേഷൻ, ഏത് ഇൻഫർമേഷൻ എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, അവിടെ ഇല്ല എന്നുള്ളതാണ്. സോ ഇൻഫർമേഷൻ എന്തോ ഏതോ ഇൻഫർമേഷൻ അല്ലെ, അത് ഏതാണെന്ന് അറിയേണ്ടത് ആവശ്യമില്ല. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടോ. So can still be indefinite because the reader has no prior knowledge or does not need to know details. So അല്ലെ നമുക്ക് അറിയേണ്ട ആവശ്യം അവിടെ ഇല്ല ഏതാണ് എന്നുള്ളത്. So next example okay, we were handling inquiries for most of the day. So ഇവിടെയും അല്ലെ എന്താണ് നമ്മൾ അല്ലെ ഇൻക്വയറീസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ഇൻക്വയറി അല്ലെ, ഏത് ഇൻക്വയറി എന്നറിയേണ്ടത് അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലെ അവിടെ എന്ത് സീറോ ആർട്ടിക്കിള് അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അവിടെ അല്ലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ, കാരണം അത് ഒരു പ്ലൂറൽ സെൻസിലാണ് അല്ലെ, ഇൻക്വയറീസ് എന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് അല്ലെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഒരു സീറോ ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുകയാണ്.
In this example, the actual inquiries are not known and have not been mentioned before. അല്ല അതെന്താണ് inquiries അല്ലെ അന്വേഷണങ്ങൾ എന്നേ പറഞ്ഞല്ലോ എന്ത് അന്വേഷണം അല്ലെ എന്തിനെ പറ്റിയുള്ള അന്വേഷണം ഇതൊന്നും വിവരിച്ചിട്ടില്ല. So all we need to know is that there were some inquiries അല്ലെ കുറച്ച് inquiries എന്തോ അന്വേഷണം അല്ലെ അത്രയും അറിയണ്ട അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയേണ്ടത് ആവശ്യമില്ല. സോ അതുകൊണ്ടാണല്ലേ എന്ത് ഇവിടെ സീറോ ആർട്ടിക്കിൾ വെച്ചിട്ടുള്ളത് കാരണം അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ ഇന്ന ഇൻക്വയറി എന്നവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. അതാണെങ്കിൽ നമ്മൾ അല്ലെ ദ വെക്കും. പിന്നെ എയും ആനും വെക്കാൻ പറ്റില്ല കാരണം എന്താണ് ഇൻക്വയറീസ് എന്നാണ് പറഞ്ഞത് അല്ലെ പ്ലൂറൽ സെൻസിലാണുള്ളത്. അതുകൊണ്ട് ഒന്ന് അല്ലെ ഒരു ഇൻക്വയറി എന്ന് പറയാൻ നമുക്ക് അവിടെ പറ്റില്ല. നെക്സ്റ്റ് നോക്കി റിമെമ്പർ a zero article is also used for proper nouns or names. So നമ്മൾ പറഞ്ഞല്ലേ ഒരു നെയിമിന്റെ മുമ്പിൽ നമ്മൾ സീറോ ആർട്ടിക്കിൾ ആണ് വെക്കുക അല്ലെ ദാറ്റ് മീൻസ് ഒരു ആർട്ടിക്കിളും വെക്കില്ല അല്ലെ. സോ എ എന്ന് നമുക്ക് അല്ലെ ഒരു പേരിന്റെ ഒരാളുടെ പേരിന്റെ മുമ്പിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ദ എക്സാമ്പിൾ നോക്ക് ദ റിസർച്ച് വാസ് കണ്ടക്റ്റഡ് ബൈ മൈക്കൽ ഫെർണാണ്ടസ് ഇൻ സാന്റിയാഗോ. സോ അല്ലെ ബൈ മൈക്കൽ ഫെർണാണ്ടസ് എന്നാ പറഞ്ഞത് അല്ലെ നമുക്ക് എന്ത് പറ്റില്ല അവിടെ ആർട്ടിക്കിൾ വെക്കാൻ അല്ലെ പ്രോപ്പർ നെയിമിന് മുമ്പിൽ ആർട്ടിക്കിൾ വെക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു കേസാണ് അവിടെ. Now look at the next exercise. Task 2. Fill in the grid below with the articles provided. Each article can only be used once in a row. So fill in the blanks with suitable articles. So first one is I found exams difficult in school. So there article avashyamilla. I found exams difficult in school. Second one, this is a problem for the manager. Third one, we will now look at the final solution. Fourth one, there was also an economic crisis. The next one, this is an organization based in China. Next one, I have never played the violin before. Next one, this will be dealt with in chapter 6. അവിടെയല്ല ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. The first participant was a 40-year-old nurse. Now take page number 8. She was grateful for the training provided. I had an experience that I learned from. It is certainly a strong currency. We looked at the impact of adverse information. So the next one, this batsman has a similar style. The conclusion is clear from Morgan's model. She was an honest employee, but the highest rate was in question 6. Now next we are going to discuss when we can use a or an. എയും ആനും എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. നോക്കേ ഫസ്റ്റ് we use a as the indefinite article when the noun following has a consonant sound when it is spoken. Example, a company. So നമ്മളല്ലേ എ എന്നല്ല അല്ലെ പറയാം നമ്മള് ഫോണറ്റിക്സിലല്ലേ പറയുമ്പോ എന്ത് പറയണം എന്നാണ് പറയാ എ കമ്പനി അല്ലെ എ കമ്പനി. സോ സി അല്ലെ അത് തുടങ്ങുന്നത് സൗണ്ട് ഏതാണ് ലെറ്റർ സി ആണ് അല്ലെ ബട്ട് സൗണ്ട് ഏതാണ് ഖ് ആണ് അല്ലെ ഖ് എന്നുള്ള സൗണ്ട് ആണ്. സോ എ കമ്പനി എ ടീച്ചർ അല്ലെ. സോ ഒരു കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ അല്ലെ നമ്മൾ എന്താണ് വെക്കേണ്ടത് എ അല്ലെ എ ആണ് വെക്കേണ്ടത്. So we use an when the noun following has a vowel sound when it is spoken. An English exam
സോ നോക്കല്ലേ നമ്മൾ എന്ത് ചെയ്യും, വവൽ ആണെങ്കിലല്ലേ എന്താണ് വെക്കേണ്ടത്, ആൻ ആണ് വെക്കേണ്ടത്. സോ അത് ആൻ എന്ന് നമ്മൾ ആൻ എന്ന് തനിച്ച് എഴുതിയാൽ, അതായത് വെറും ആൻ എന്ന് മാത്രമാണെങ്കിലേ നമ്മൾ ആൻ എന്ന് പറയും. സോ അതൊരു സെന്റൻസിലാണെങ്കിൽ, അതായത് ആൻ ഇംഗ്ലീഷ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മളത് ആൻ എന്നല്ല പറയാം, അൻ എന്നാണ്. അൻ ഇംഗ്ലീഷ് എക്സാം, അൻ ഇംഗ്ലീഷ് എക്സാം. സോ അത്രേ പറയില്ല, അല്ലാണ്ട് നമ്മൾ എന്ത് പറയില്ല, ആൻ ഇംഗ്ലീഷ് എക്സാം എന്ന് പറയില്ല, അൻ ഇംഗ്ലീഷ് എക്സാം. സോ നോക്കിയല്ലേ, അൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് എന്ന് തുടങ്ങുന്നത് അല്ലെ ഏതാണ്, വവൽ ആണ് അല്ലെ, ഈ സൗണ്ട് ആണ്. നമ്മുടെ സൗണ്ടിനെ പറ്റിയാണ് പറയുന്നത്. സോ അഗെയിൻ ഐ റിമൈൻഡ് യു, ഇഫ് യു ഹാവ് നോട്ട് ലിസൺഡ് ആൻഡ് സ്റ്റഡീഡ് ദി ചാപ്റ്റർ ഫോണീംസ് അല്ലെ ഇംഗ്ലീഷ് ഫോണീംസ്, യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് പാർട്ട്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ എന്താണ്, an older employee അല്ലെ, an older. സോ അല്ലെ അവിടെയും എന്താണ്, അൻ ആണ്, ആണ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫ്തോങ് ആണ് അല്ലെ, വവലിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. സോ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ആൻ എന്നുള്ള അല്ലെ ആ ഒരു വേർഡ്. സോ എ ഉപയോഗിക്കുക നമ്മൾ അല്ലെ ഏതിന്റെ മുമ്പിലാണ്, കോൺസണന്റിന്റെ മുമ്പിലാണ് ആൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുക, വവലിന്റെ മുന്നിലാണ്. സോ ഇവിടെ അല്ലെ ഫോണറ്റിക്സ് ട്രാൻസ്ക്രിപ്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. നെക്സ്റ്റ് എന്ത് കൊടുത്തിട്ടുള്ളത് നോക്കിയേ, ഇഫ് എ നൗൺ ബിഗിനിങ് വിത്ത് എച്ച് is spoken in a soft manner like an o, we use an. സോ ഇനിയിപ്പോ ലെറ്റർ അല്ലെ എച്ച് ആണെങ്കിലും അതിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലെ വവലിലാണ് തുടങ്ങുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ഉപയോഗിക്കും, ആൻ ആണ് ഉപയോഗിക്കുക അല്ലെ. സോ ഇവിടെ നോക്കിയേ, HOUR അല്ലെ എന്ത് വായിക്കും, ചില ആളല്ലേ ഹവർ എന്നെല്ലാം വായിക്കും. സോ ഹൗ ടു പ്രൊനൗൺസ് ഇറ്റ്, ഔ ആണ്. സോ ഔ എന്ന് പറയുമ്പോൾ അല്ലെ, സോ അത് ഏതിലെ തുടങ്ങുന്നത്, ഔ അല്ലെ, ഔ എന്നുള്ളതാണ്. സോ ഔ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഇറ്റ് ഈസ് എ വവൽ സൗണ്ട്. സോ വവൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആൻ എന്നുള്ളത് ഉപയോഗിക്കണം. സോ അല്ലെ ഒരു വേർഡ് നമുക്ക് അല്ലെ കോൺസണന്റ് ലെറ്ററിൽ തുടങ്ങാം, അതായത് ലെറ്ററിൽ അല്ലെ എച്ച് എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങാം. ഇവിടെ സൗണ്ട് എന്താവാം, ഒരു വവൽ സൗണ്ട് ആവാം, പ്രൊനൗൺസിയേഷൻ അല്ലെ വവൽ സൗണ്ട് ആയിരിക്കും. സോ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ആൻ ഉപയോഗിക്കണം. നെക്സ്റ്റ് നോക്ക്, ഇഫ് എ നൗൺ ബിഗിനിങ് വിത്ത് ഇ യു അല്ലെ ഓർ യു ഹാസ് എ യു സൗണ്ട്, then a is used. സോ ഇനി അല്ലെ എന്താണ് നോക്ക്, ഇവിടെ എ യൂറോപ്യൻ എന്നാണുള്ളത്, കൺട്രി അല്ലെ. സോ യൂറോപ്യൻ എന്നുള്ളതില് ഇ എന്നുള്ളതാണ് അല്ല തുടങ്ങുന്നത്. സോ ലെറ്റർ ഏതിലാ തുടങ്ങുന്നത്, ലെറ്റർ നോക്കുമ്പോ വവൽ അല്ലെ ലെറ്ററിലാണ്, ബട്ട് അല്ലെ സൗണ്ട് എന്താണ്, ഏത് സൗണ്ട്, കോൺസണന്റ് സൗണ്ട് ആണ്. മനസ്സിലായിട്ടുണ്ടോ? സോ ഇവിടെ അല്ലെ കോൺസണന്റ് സൗണ്ട് ആണ്. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഇ അല്ലെ യു എന്നാണ് തുടങ്ങുന്നത്. സോ ഇ സൗണ്ടിലാണ് പ്രൊനൗൺസിയേഷൻ തുടങ്ങുന്നത്. സോ സൗണ്ടാണ് നമ്മളിവിടെ നോക്കുന്നത്, എ വെക്കണോ ആൻ വെക്കണോ എന്നുള്ളത്, അല്ലാതെ എന്തല്ല ലെറ്റർ അല്ല. യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് നോക്കി, ഇഫ് എ noun beginning with O has a w sound, then A is used. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ് അല്ലെ. ഇനിയിപ്പോ ഏത് വേർഡും അല്ലെ ഏതിൽ വേണ്ടിക്കലും തുടങ്ങാം, വവലാവാം കോൺസണന്റ് ആവാം. അപ്പൊ നമ്മളിവിടെ എന്ത് നോക്കണ്ടോ, സൗണ്ട് ഏതാണെന്ന് നോക്കാം. സോ തുടങ്ങുന്ന അല്ലെ വേർഡ് കോൺസണന്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും, അല്ലെ വവലാണെങ്കിൽ ആൻ ഉപയോഗിക്കും. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. സോ ഇവിടെ അല്ലെ ഫോർ എക്സാമ്പിൾ നോക്കിയേ, വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. സോ വൺസ് അല്ലെ ONCE എന്ന് പറയുമ്പോ വൺ എന്നുള്ള പ്രൊനൗൺസിയേഷൻ തുടങ്ങുന്നത് വ എന്നുള്ള സൗണ്ടിലാണ് അല്ലെ. അവിടെ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വൺസ് അല്ലെ, വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് നോക്കിയേ, എ വൺ ടൈം ലീഡർ ഓഫ് ദി കൺട്രി അല്ലെ. സോ ആ ഒരു വേർഡ് തുടങ്ങുന്ന സൗണ്ട് ഏതാണ്, കോൺസണന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളെ അല്ലെ
ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എ ഉപയോഗിച്ചിട്ടുള്ളത്. ബട്ട് ലെറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ എ ഇ ഐ ഒ യു അല്ലെ എന്നുള്ള ഇംഗ്ലീഷ് വവൽ ലെറ്റേഴ്സിൽ പെടുന്നതാണ് അത് അല്ലെ ഒ ഒ ഒ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് വവൽ ലെറ്റേഴ്സ് അല്ല അല്ലെ വവൽ സൗണ്ട് ആണോ എന്നുള്ളതാണ്. വവൽ സൗണ്ട് കോൺസണന്റ് സൗണ്ട്സും മാത്രമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നോക്ക്. ഫോർ നമ്പേഴ്സ് remember to think of how it is spelled when written. An 18 gauge needle. An 11 student class. So an 18 എന്നാണ് അല്ലേ എ എന്നാണ് തുടങ്ങുന്നത്. സോ അതെന്താണ് ഏതിലാ തുടങ്ങുന്നത്? ഒരു വവൽ അല്ലെ സൗണ്ടിലാണ്. സോ നെക്സ്റ്റ് നോക്ക്. ആൻ 11 സ്റ്റുഡന്റ് ക്ലാസ്. ചില ആളല്ലേ ചില കുട്ടികൾ എന്ത് ചെയ്യും 11 എന്ന് പറയും. സോ ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് പ്രൊനൗൺസിയേഷൻ. സോ പ്രൊനൗൺസിയേഷൻ അല്ലെ എന്താണ് 11 എന്നാണ്. സോ ഈ അല്ലെ എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആണ് അല്ലെ. സോ അതാണ് എന്ത് ആൻ 11 എന്ന് പറയുന്നത്. സോ ആൻ 11 അല്ലാണ്ട് A11 അല്ല. മനസ്സിലായിട്ടുണ്ടോ? പ്രൊനൗൺസിയേഷൻ മാറിയാൽ ആർട്ടിക്കിൾസ് മാറിപ്പോവും എന്നുള്ളതാണ്. എക്സാക്ട് പ്രൊനൗൺസിയേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഓൾസോ ഫോർ അബ്രിവിയേഷൻസ് തിങ്ക് അബൌട്ട് ദി സൗണ്ട് ഓഫ് ദി ഫസ്റ്റ് ലെറ്റർ. ഒരു അബ്രിവിയേഷൻസ് അല്ലെ, അതായത് നമ്മൾ ഷോർട്ടൻ ചെയ്യില്ലേ വേർഡ് യുനെസ്കോ എന്നുള്ളത് അല്ലേ. ഓക്കെ, എന്താണ് ഷോർട്ട് അബ്രിവിയേറ്റഡ് ഫോം ആണ് അല്ലെ. യുണൈറ്റഡ് സ്റ്റേറ്റ് അല്ലെ ആ ഒരു ഫുൾ ഫോം ഉണ്ടല്ലോ അതിന്റെ അല്ലെ ഷോർട്ടൻ ഫോം ആണ്. അതുപോലെയാണ് എന്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലെ കാര്യങ്ങൾ നോക്ക്. ആൻ എസ് എം ഇ എന്നാണ്. സോ ഇവിടെ അല്ലെ നമ്മൾ ഇവിടെ കാണുന്നത് എസ് എന്നുള്ള ആ ഒരു ലെറ്റർ ആണ്. സോ എന്ത് ചെയ്യും നമ്മൾ എസ് എന്നാണ് നമ്മൾ എസ് എന്ന് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എസ് എന്നാണ്. എ ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആൻ ആണ് വെക്കേണ്ടത് അല്ലെ. ആൻ എസ് ആണ്. സ് സൗണ്ട് അല്ല അല്ലെ, എന്താണ് വവലാണ് ബിഗിനിങ്. അതുപോലെയാണ് എന്ത് ടി എൽ സി. പിന്നെ ഇപ്പൊ നോക്ക് നെക്സ്റ്റ് ആൻ എം ഒ അല്ലെ എം ഒ ഡി. സോ എം ആണ് എ എം അല്ലെ സൗണ്ട് ഏലാണ് തുടങ്ങുന്നത് അല്ലെ എം എം എന്ന് പറയുമ്പോൾ. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു ആൻ എന്നുള്ളത് യൂസ് ചെയ്തു. സോ ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നത് ആകെ മൊത്തം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വേർഡ് അല്ലെ കൃത്യമായിട്ട് കോൺസണന്റിൽ തുടങ്ങുന്ന വേർഡിന് മുമ്പിൽ എ വെക്കും. വവൽ സൗണ്ടിലല്ലേ തുടങ്ങുന്ന വേർഡിന് മുമ്പിൽ ആൻ വെക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. സോ അതറിയും മനസ്സിലാകണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് ഫോണീംസ് അല്ലെ ഇംഗ്ലീഷ് സൗണ്ട്സ് കൃത്യമായിട്ട് ഫോണീം ചാപ്റ്റർ അല്ലെ അത് പഠിക്കണം. Now we will move on to the third task. Third task എന്താണ്? Fill in the blanks with either a or an. So ഇനി a or an വെച്ചിട്ട് fill ചെയ്യാം. First one is I will therefore look for an additional reason for the change. അല്ലെ an ആണ് വേണ്ടത്. An additional ആണ്. Next one, okay. യൂറോപ്യൻ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. യൂറോപ്യൻ ആണ് അല്ലെ. യൂറോപ്യൻ കേസ് സ്റ്റഡി വിൽ ഓൾസോ ബി അഡോപ്റ്റഡ്. നെക്സ്റ്റ് വൺ എന്താ? വി ഡിസൈഡഡ് ടു ടേക്ക് ആൻ ആവറേജ് സ്കോർ ഇൻസ്റ്റഡ്. അവിടെ ആൻ ആണ് വേണ്ടത്. സോ നെക്സ്റ്റ് വൺ എ അല്ലെ എ ആണ് വേണ്ടത്. എ വൈഡ്ലി ഹെൽഡ് വ്യൂ ഇസ് ദാറ്റ് they are no longer effective. And the next one, okay, fifth one, it is an advantage for them to have a country-centric viewpoint. So first anum, second one ayum aanu vandad. And the sixth one illada, the patient was advised to go for an ECG.
an ആണ് അവിടെ വേണ്ടത്. സെവൻത് വൺ, ദിസ് ഈസ് an underrepresented community. An ആണ് ലാസ്റ്റ് വൺ. നെക്സ്റ്റ് നോക്ക്, ചോയ്സസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള അല്ലെ സിംഗുലർ നൗൺ വരുമ്പോൾ നമുക്ക് അല്ലെ ദ എന്നുള്ളത് ശരിയാവും അല്ലെ, പറ്റും. എ ആനും നമുക്ക് യൂസ് ചെയ്യാം, സീറോ ആർട്ടിക്കിൾ വേണ്ടിക്കൽ യൂസ് ചെയ്യാം. ഇനി പ്ലൂറൽ ആണെങ്കിൽ അല്ലെ ദ എന്നുള്ളത് പറ്റും, ബട്ട് എയും ആനും നമുക്ക് പറ്റില്ല, സീറോ ആർട്ടിക്കിളും പറ്റും എന്നുള്ളതാണ് അല്ലെ, യൂസ് ചെയ്യാം. ഇനി തേർഡ് നോക്കുക, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ദ അല്ലെ എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം, ആയും ആനും പറ്റില്ല. പിന്നെ എയും ആനും പറ്റില്ല എന്നുള്ളതാണ്, ബട്ട് അവിടെ അല്ലെ ചില കേസസിൽ പറ്റും. പിന്നെ സീറോ ആർട്ടിക്കിൾ പറ്റും അല്ലെ. സോ ഇനി അൺകൗണ്ടബിൾ നൗണില് എയും ആനും ഏതെല്ലാം കേസിലാണ് പറ്റുക എന്നുള്ളതാണ്. അതായത് ഫ്യൂ അൺകൗണ്ടബിൾ നൗൺസ് ദാറ്റ് റിലേറ്റ് ടു കോൺസെപ്റ്റ്സ് ഓർ സ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് അബ്സ്ട്രാക്ട് നൗൺസ്, can take an indefinite article in certain situations. So എന്താ പറയുന്നത്, അബ്സ്ട്രാക്ട് നൗൺസ് ആണെങ്കിൽ അല്ലെ, അതായത് മെറ്റീരിയൽ ഷേപ്പ് ഇല്ലാത്ത, അതായത് രൂപമില്ലാത്ത അല്ലെ നൗൺസ്, അതായത് ഇമോഷൻസ് ആവാം അല്ലെ, ഫീലിങ്സ്, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്താണ് അബ്സ്ട്രാക്ട് നൗൺസ് ആണ് അല്ലെ. സോ അബ്സ്ട്രാക്ട് നൗൺസ് മീൻസ് അല്ലെ നമുക്ക് ടച്ച് ചെയ്യാനോ അല്ലെ കാണാനോ പറ്റാത്ത, ബട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമല്ലേ ഒരുപക്ഷെ പറ്റുന്ന നൗൺസ് ആണ്, അതായത് ഫീലിങ്സ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ അതൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോ അല്ലെ എയോ എന്നോ വെക്കാം എന്നുള്ളതാണ്. എങ്ങനെ വരുമ്പോ എ ഫ്യൂ അൺകൗണ്ടബിൾ നൗൺസ് ദാറ്റ് റിലേറ്റ് ടു കോൺസെപ്റ്റ്സ് ഓർ സ്റ്റേറ്റ്. For example, നോക്ക്, it was a great relief to finish the dissertation on time. സോ അല്ല അവിടെ എന്താണ് എ ഗ്രേറ്റ് റിലീഫ് എന്നാണ് പറഞ്ഞത്, ഒരു അല്ലെ വലിയ ആശ്വാസം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. റിലീഫ് എന്ന് പറഞ്ഞാൽ അല്ലെ എന്താണ് അബ്സ്ട്രാക്ട് നൗൺ ആണ് അല്ലെ. അവിടെ ആശ്വാസം എന്ന് പറഞ്ഞാൽ അതിന് രൂപം ഉണ്ടാ അല്ല, ഷേപ്പ് ഇല്ല അല്ലെ, അതൊരു ഫീലിംഗ് ആണ് അല്ലെ, ഒരു ഫീലിംഗ് ആണ്. സോ അങ്ങനെയുള്ളതാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കി, when tables, figures, etc. are numbered or lettered, they become names and do not require the അല്ലെ. സോ എന്താണ് ടേബിൾസും ഫിഗേഴ്സും ഒക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ഓർ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് വേണ്ട, ദാ വേണ്ട എന്ന് പറയുന്നത്. സോ ദ ടേബിൾ വൺ അല്ലെ എന്നുള്ളത് വേണ്ട, എന്ത് മതി, ടേബിൾ വൺ മതി. ടേബിൾ വൺ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the three variables. So this has already been discussed at length in chapter 4. So അവിടെയും എന്ത് വേണ്ട, ഇൻ ദി ചാപ്റ്റർ എന്ന് വേണ്ട, കാരണം അത് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ചാപ്റ്റർ 4 എന്ന്. So now look at the task 4. Read the following paragraph and add articles where necessary. So ആവശ്യമുള്ള സ്ഥലത്ത് ആർട്ടിക്കിൾ ആഡ് ചെയ്യാം. സോ എവിടെയൊക്കെയാണ് നോക്കുക, mechanical engineers who had to create അവിടെ വേണം അല്ലെ എ സൊല്യൂഷൻ. സോ അവിടെ എന്ത് വരും, എ എന്നുള്ളത് വെക്കണം. എ സൊല്യൂഷൻ ഡിഡ് നോട്ട് എക്സ്പെക്ട് ദിസ് ആഡഡ് ഫങ്ഷണാലിറ്റി ആൻഡ് സോ ദിസ് വിൽ പ്രൊലോങ്, അവിടെയും വേണം അല്ലെ ദ, പ്രൊലോങ് ദി ഡെവലപ്മെന്റ് ടൈം. ദിസ് എക്സാമ്പിൾ ഈസ് illustrated in figure 5. Therefore we will indirectly force, അവിടെയും വേണം ഒരു ആർട്ടിക്കിൾ അല്ലെ, ഇൻഡയറക്ട്ലി ഫോഴ്സ് ദി ഡിസൈൻ ടാസ്ക്സ് ടു ബി ഡൺ ഇൻ അതർ ഡൊമെയിൻസ് വിച്ച് ഈസ് കൈൻഡ് ഒരു അല്ലെ ആർട്ടിക്കിൾ വേണം. ഏതാണ് എ അല്ലെ, വിച്ച് ഈസ് എ മേജർ അൺനെസസറി റിസ്ക്. സോ എ മേജർ അൺനെസസറി റിസ്ക്. Next, okay. Since different engineering disciplines are involved, it becomes inherently difficult to see the consequences of one's own decisions. Now look at the task number 5.
Select either A, B, or Z with the correct articles to refer to the pie chart given below. സോ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അല്ല പേജിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ്, എയോ ബിയോ സിയോ ശരിയെന്ന് തീരുമാനിക്കുക. സോ ഫസ്റ്റ് വൺ ഏതാ ശരി, സി അല്ലേ, ബിക്കോസ് ദർ ഈസ് എ ഡെഫിനിറ്റ് അല്ലേ സ്റ്റുഡൻസ്, ഏത് സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നുണ്ട്. The chart, so the correct answer is, the chart refers to the percentage of the students in 2002 taking each subject. So we are talking about the students in 2002. Next, the second one is C, C ആണ് correct ആയിട്ടുള്ളത്. So the answer is, the number of students in arts and science have increased since 2001. Third question answer ഏതാ, ബി അല്ലെ, ബി ആണ്. Because the chart and the chart shows that many students were in the commerce or science department in 2002. The fourth one, okay, ഏതാണ് ശരി, ബി ആണ് അല്ലെ. As shown in the chart, the total number of students in 2002 was 35,000. So we have finished the first chapter, and in the next class we will discuss another chapter.